വടകരയിൽ മത്സരിച്ച LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ, ഇവരെ രണ്ടുപേരെയും വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ ഇവരാരും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു, ഇപ്പോൾ ഷാഫിയുടെ ചരിത്രമാണെങ്കിലും KK ശൈലജയുടെ ചരിത്രമാണെങ്കിലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരേതെങ്കിലും തരത്തിലുള്ളൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമ്മളുടെ മുമ്പിലില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് അവിടെ മത്സരം ശക്തമായപ്പോൾ അവിടെ പ്രധാനമായിട്ടും ലീഗാണ് UDFൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. കോൺഗ്രസ് അവിടെ താരതമ്യേന ദുർബലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലീഗാണ് അവിടെ UDFൻ്റെ പ്രചരണം നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെയായിരുന്നു. ലീഗാണ് അവിടങ്ങളിലൊക്കെ UDFൻ്റെ പ്രചരണം നടത്തിയത്. അത് ഇത്തവണ ഷാഫി വന്നപ്പോഴും ലീഗ് അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഷാഫി വന്നു എന്നുള്ളത് കൊണ്ടും ഷാഫിയുടെ പ്രചരണം ലീഗ് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടും അതിനെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു, അല്ലെങ്കിൽ അത് വർഗീയമായി വ്യാഖ്യാനിക്കപ്പെട്ടോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷം ഓർമ്മയാണ്, 2019 മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടികളായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ക്യാമ്പയിനിലും മുന്നിട്ടിറങ്ങിയിരുന്നത് യൂത്ത് ലീഗും മുസ്ലിം ലീഗുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാറക്കൽ അബ്ദുള്ള തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അവരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഇപ്രാവശ്യവും പാറക്കൽ അബ്ദുള്ള തന്നെയാണ്. അന്ന് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർന്നപ്പോൾ അതിനെ വർഗീയമായി ചിത്രീകരിക്കാത്ത വരുമ്പോൾ ഇപ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുമ്പോൾ അതിൽ വർഗീയത കാണുന്നത് ഷാഫിയുടെ മതത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം നടത്താനുള്ള ശ്രമം ഉണ്ടായി എന്നത് വാസ്തവമാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു അതിരുകവിഞ്ഞ ആവേശം അവിടെ കാണിക്കുന്നുണ്ട് എന്നായിരുന്നു ഒരു വിലയിരുത്തൽ. അത് കാണിക്കുന്നത് ഷാഫി എന്നോടുള്ള മതത്തോടുള്ള കൂറാണ് എന്ന രീതിയിൽ ഒക്കെ വിമർശിക്കുകയും ആ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അവിടെ അതിരുകവിഞ്ഞൊരു ആവേശം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുന്ന മലപ്പുറത്തോ പൊന്നാനിയിലോ കാണിക്കാത്തൊരു ആവേശം വടകരയിൽ മുസ്ലിം ലീഗ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതേ ആവേശം 2019 P. ജയരാജൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം വളരെ വൈകി K. മുരളീധരൻ വന്നപ്പോഴും മുസ്ലിം ലീഗ് കാണിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആ മണ്ഡലം UDF ജയിക്കുക എന്നുള്ളത് UDFലെ അവിടുത്തെ ഏറ്റവും പ്രവർത്തനശേഷിയുള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ കാണിക്കുന്ന ഒരു ആവേശമായിട്ട് അങ്ങനെ കാണാതെ അതിനെന്തിനാണ് ഇങ്ങനെ വർഗീയമായി കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ലീഗിൻ്റെ കൊടി വയനാട്ടിൽ ഉയർന്നപ്പോൾ അസ്വസ്ഥമായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അപ്പോൾ അന്ന് CPM എടുത്ത നിലപാട് ലീഗിന് സ്വന്തം കൊടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് അതിൽ തുടരുന്നത്? അതേ കൊടി വടകരയിൽ കാണുമ്പോൾ CPMന് അസ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ അത് CPM ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു മത്സരത്തെ മറ്റു രീതിയിൽ തിരിച്ചുവിടാനുള്ള ചില ശ്രമങ്ങളെങ്കിലും ബോധപൂർവമായ ശ്രമങ്ങളെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലുറപ്പ് സ്ത്രീകളെ UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFകാർ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതി ഇത് നറേറ്റീവ് പിന്നെ പോയത് നാദാപുരത്തിൻ്റെ പഴയ ചരിത്രത്തിലേക്കും മുസ്ലിം ജന്മിമാരും തീയ കുടിയാന്മാരും എന്ന പഴയ പ്രശ്നത്തിലേക്ക് കണാരൻ്റെ നേതൃത്വത്തിൽ അതിനെ നടന്ന ചെറുത്തുനിൽപ്പ്, ചെക്കൻ വിളി അങ്ങനെയുള്ള ഒരു പഴയ ഒരു നെറേറ്റീവിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അതിനുശേഷമാണ് ഒരു DYFI നേതാവ് ഒരു പോസ്റ്റ് ഇടുന്നത്, മുസ്ലിം ലീഗിലെ ചില സൂക്കേടുള്ള ആളുകൾക്കാണ് ഷാഫി വളരെ സ്വീകാര്യനാവുന്നത് എന്ന്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള പ്രചരണം നടന്നു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ അപകടകരമാണ്. ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് ചില സൂക്കേടുകാർ എന്ന് പറഞ്ഞത് DYFIയുടെ സംസ്ഥാന നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ആ സൂക്കേട്? ആ സൂക്കേട് എന്ന് പറയുന്നത്, ആ രോഗം എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് മുസ്ലിം ലീഗിനെ മേൽ ആരോപിക്കുന്നത് CPM ആണ്.
മറ്റേത് BJP ആണെങ്കിൽ പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് അവിടെ പറയാൻ ശ്രമിച്ചത് BJP ആണെങ്കിൽ അവിടെ കീഴടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ ആ പ്രശ്നം ഉന്നയിക്കുന്നത് വളരെ നിർഭാഗ്യവശാൽ CPM-കാരാണ്. അപ്പോൾ ഒരു ചോദ്യം, CPM-ന് ലീഗിനോടുള്ള സമീപനം എന്താണ്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണ് CPM എന്നുള്ള നിലപാട്, ലീഗ് എന്ന നിലപാട് CPM-നില്ല. കഴിഞ്ഞ 4-5 മാസമായിട്ട് നിരന്തരമായിട്ട് CPM നടത്തുന്ന പരിപാടികളിൽ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏക സിവിൽ കോഡ് പ്രശ്നമായാലും പലസ്തീൻ പ്രശ്നമായാലും ഒക്കെയും ലീഗിൻ്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇടതു മുന്നണിയിലേക്ക് ലീഗ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എപ്പോഴാണ് ലീഗ് വർഗീയമാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുത്തരം പറയേണ്ടത് ഈ പോസ്റ്റിട്ട ആളുകളാണ്. എന്താണ് മുസ്ലിം ലീഗിൽ അവർ കാണുന്നത്? മുസ്ലിം ലീഗ് ആർത്തലച്ച് വരുന്നു എന്ന് ചില പോസ്റ്റുകളുണ്ട്. ആർത്തലച്ച് വരുന്ന വർഗീയതയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി അധികമായി കഴിഞ്ഞാൽ അവിടെ പച്ചവൽക്കരണം നടന്നു എന്നാണ് KT ജലീൽ പറയുന്നത്. കാവ്യവൽക്കരണത്തിന് സമാനമായിട്ട് പച്ചവൽക്കരണം എന്നൊരു സാധനമുണ്ട് എന്ന് CPM അംഗീകരിക്കുന്നുണ്ടോ? അത് CPM-ൻ്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് CPM വിശദീകരിക്കണം. അത് നമ്മുടെ ഈ പറയുന്ന പോലെ RSS-ൻ്റെ ഭാഷയിൽ CPM-ൻ്റെ അണികൾ സംസാരിക്കുന്നത് വളരെയേറെ അപകടകരമായ കാര്യമാണ്. കാരണം നമ്മൾ CAA-യെക്കുറിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ CPM-ആണ് സംസാരിച്ചത്. ആ CPM-ൻ്റെ അണികളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ, അത് 1-2 പോസ്റ്റുകളാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിരന്തരമായി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ച വരുന്നത്. എന്താണ് ഈ ഷാഫിയുടെ വിജയം, അഥവാ ഷാഫി വിജയിക്കുകയാണെങ്കിൽ അത് വർഗീയതയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്നത് അതിഭീകരമായ പ്രശ്നങ്ങളിലേക്ക് കേവലം തിരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. അതിന് ഒരു ആത്മപരിശോധനയ്ക്ക് CPM തയ്യാറാവണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.